ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പശുവിനെ കഴിച്ചതിന്റെ പേരില് ജീവപര്യന്തത്തിലേക്ക് ഗുജറാത്തിൽ കുറച്ച് ആളുകൾ പോകാൻ പോകുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? പശുവിനെ കഴിച്ചതിന്റെ പേരിലല്ല, പശു മാംസം അവരുടെ കൈവശം ഉണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ പിന്നാലെയാണ് ഈ പറയുന്ന 3 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇത് ഗുജറാത്തിലാണ് നടന്നിട്ടുള്ളത്. 2023 നടന്ന സംഭവമാണത്. ഈ സംഭവത്തിന് പിന്നാലെയാണ് കേസ് ആ ഒരു സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നെ ഇപ്പോഴാണ് അതിന്റെ വിധി വരുന്നതും. ഈ പറയുന്ന പോലെ 3 പേർക്ക് ജീവപര്യന്തം ശിക്ഷയും 18 ലക്ഷം രൂപയാണ് പിഴ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭക്ഷണത്തിന് പോലും ഇപ്പോ ഭക്ഷണം കഴിക്കുന്നത് പോലെ അത്രത്തോളം നോക്കി കണ്ടൊക്കെ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ ജീവിതവും ജീവനും പണവും സമ്പാദ്യവും എല്ലാം പോകുന്ന ഒരു രീതിയിലേക്കാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ച് എല്ലാ രീതിയിലുള്ള ഭക്ഷണവും ഇവിടെ ആളുകൾ കഴിക്കുമ്പം ബീഫ് ആണെങ്കിലും മട്ടൺ ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും കഴിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പശുവിന്റെ മാംസം കയ്യിൽ വെച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ പശുവിനെ മാംസം കഴിച്ചതിന്റെ പേരിൽ അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുക, അതായത് ജീവപര്യന്തത്തിലേക്കൊക്കെ പോകേണ്ടത് ഒരു ആവശ്യമുണ്ടോ? അല്ല, ഈ ഒരു നിയമം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇവർക്ക് ശിക്ഷ കിട്ടാൻ പ്രധാന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് 2017 മൃഗസംരക്ഷണ നിയമ ഭേദഗതി ബില്ല് പ്രകാരമാണ് ഈ ഒരു ശിക്ഷ അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോ 2017 തൊട്ട് പശുവിനെ അറക്കാൻ പാടില്ല അല്ലെങ്കിൽ പശുവിനെ ഉപദ്രവിക്കാൻ പാടില്ല. ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് അവർക്ക് അത്രത്തോളം പരിശുദ്ധമാക്കപ്പെട്ട ഒരു മൃഗമാണ് പശു എന്നാണ് പറയപ്പെടുന്നത്. പോത്തിനെ കഴിക്കാൻ കുഴപ്പമില്ല. പശുവിനെ ഗോമാതാവാക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം പശു മാത്രമല്ലല്ലോ, ഇപ്പൊ ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ബീഫിനെ കയറ്റുമതി ചെയ്യുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും കൂടുതലും ബീഫ് കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യത്ത് നിന്ന് ഒരു പശുവിനെ കൊന്നു, അതായത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ കൊന്നു മാംസം കയ്യിൽ വെക്കുന്നത്. അപ്പം ഭക്ഷണത്തിന്റെ പേരിൽ മാംസം കൈവശം വെച്ചതിന്റെ പേരിൽ ഒരാൾക്ക് ജീവപര്യന്തം തടവ് കൊടുക്കേണ്ട ഒരു കാര്യം അതിനുണ്ടോ എന്നുള്ളൊരു ചോദ്യമില്ലേ? ഒരാളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഒരു മനുഷ്യനെ കൊന്നാൽ ഇവിടെ കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തമാണ്. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോ പശുവിന് പകരം നമുക്ക് 2 രീതിയിൽ ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം, ഇവർക്ക് പശുവിന് പകരം പോത്തിനെയോ കാളയോ അറക്കാമായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു മാംസവും ബീഫായിട്ട് തന്നെ കണക്കാക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. സ്വാഭാവികമായും അത് ചെയ്യാമായിരുന്നു എന്നൊക്കെ പറയാം. അതിനേക്കാൾ ഉപരി പാലക്കാട് BJP സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്ന പ്രശാന്ത് ശിവനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രതിസ്ഥാനത്ത് നിന്നിരുന്ന വ്യക്തിയാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതായത് മനുഷ്യനെ കൊന്നവർക്ക് അധികാരം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ നൽകുന്ന സർക്കാരാണെന്ന് മൃഗത്തെ കൊന്നവർക്ക് ഇത്രത്തോളം വലിയൊരു ശിക്ഷ നേടിക്കൊടുത്തില്ല. ഇത് സംഭവിച്ചത് ഗുജറാത്താണ്, നമ്മൾ ഓർക്കണം. കേരളത്തിലാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിഷയങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലവിലില്ല. അല്ല, നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു കൊച്ചിയിലെ ഒരു ബാങ്കില് ഒരു വ്യക്തി, ഒരു ജീവനക്കാരൻ ബീഫ് കറി കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ സംഘർഷം ഉണ്ടാവുകയും ഇനി ബീഫ് ഇവിടെ ആരും കൊണ്ടുവരരുത് എന്ന് പറഞ്ഞുകൊണ്ട് മേലുദ്യോഗസ്ഥൻ പറയുകയും അതിന് പിന്നാലെ പൊറോട്ടയും ബീഫും കഴിച്ചുകൊണ്ട് സ്ഥാപനത്തിലെ ജീവനക്കാരെല്ലാവരും പ്രതിഷേധിച്ചത് നമ്മൾ കണ്ടിരുന്നു. കേരളത്തിൽ അതില്ല എന്ന് എങ്ങനെയാ പറയാൻ സാധിക്കുന്നത്? അതായത് വ്യക്തികളുടെ താല്പര്യമാണല്ലോ. ഇപ്പം അത് ബീഫ് കൊണ്ട് ഇവിടെ പ്രതിഷേധം നടത്തിയ സർക്കാരുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം ബീഫിന്റെ പേരിൽ കേരളത്തിൽ അങ്ങനെ വഴക്കുണ്ടായതായിട്ട് നമുക്ക് അധികം കേൾക്കാനില്ല. പിന്നെ വ്യക്തികളാണ് ഇവിടെ തീരുമാനിക്കുന്നത് ഇവിടെ എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട. ഇപ്പം ബീഫിന് വിരോധമായിട്ട് അല്ലെങ്കിൽ ബീഫ് കഴിക്കുന്നത് തെറ്റാണ് എന്ന് പ്രചരിപ്പിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അതെ, അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ഹാല് സിനിമ ഇറങ്ങിയ സമയത്ത് ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം അതിനകത്ത് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സെൻസർ ബോർഡ്. ഇവിടെ നമ്മള് ബീഫും കഴിക്കും, മട്ടനും കഴിക്കും, ചിക്കനും കഴിക്കും, പോർക്കും കഴിക്കും, എല്ലാം കഴിക്കും. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇത് എല്ലാ കടകളിലും കിട്ടുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പം അതിനെ മാറ്റി നിർത്തേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഇപ്പൊ ഇന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം നാളെ ഒരാൾ വന്നിട്ട് നിങ്ങൾ ഇതിന് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കണോ വേണ്ടോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലേക്ക് എവിടെ എവിടെയെങ്കിലും നോക്കിക്കോളൂ, അവിടെയെല്ലാം ഇത്തരത്തിൽ മാംസം കഴിക്കുന്നത് നമ്മൾ എല്ലാവരും കാണുന്നതാണ്. അല്ലെങ്കിൽ ഒന്നിനെയും പഴുതാരെയും വരെ കഴിക്കുന്ന രാജ്യക്കാർ ഇവിടെ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് ഒരുപാട് നിയമങ്ങളും നിയമവശങ്ങളും എല്ലാം ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇപ്പം ബീഫ് കഴിക്കുന്നത് കുറ്റകരമല്ല, പക്ഷേ പശുവിനെ അറുത്തു കഴിഞ്ഞാൽ അത് കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ശരിയാണ്, കുറ്റമാണ്. പക്ഷെ അതൊരു ജീവപര്യന്തം കൊടുക്കേണ്ട ഒരു കുറ്റമാണോ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നത്. അല്ല, ഒരുപക്ഷെ ഇവരത് പോത്തിന്റെ മാംസമാണ് കയ്യിൽ വെച്ചിരുന്നതെങ്കിൽ ഈ ഒരു ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ഇല്ല, ഒരിക്കലും വരത്തില്ല. ഇപ്പൊ നമുക്കറിയാം, അപ്പോ സ്വാഭാവികമായും തെറ്റുകാർ തന്നെയാണല്ലോ ഇവർ. കാരണം ശരി, അവര് തെറ്റ് ചെയ്തു. പശുവിനെ അറുത്തത് തെറ്റാണ്, പശുവിനെ കഴിക്കുന്നത് തെറ്റാണ്. അതായത് ചിക്കനും മട്ടനും ബീഫും എല്ലാം കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ പശുവിനെ കഴിച്ചു കഴിഞ്ഞാൽ തെറ്റാണ്. ആ തെറ്റ് ചെയ്ത ആൾക്ക് കൊടുക്കേണ്ട ശിക്ഷ ജീവപര്യന്തമാണോ എന്നതാണ് എന്റെ ചോദ്യം. നമുക്കറിയാം, ഇന്ത്യ ഭരിക്കുന്നത് BJP ആണ്, ഗുജറാത്ത് സംസ്ഥാനം ഭരിക്കുന്നതും BJP തന്നെയാണ്. സ്വാഭാവികമായും അവര് ദൈവത്തെ പോലെ കണക്കാക്കുന്ന ഒരു ഗോമാതാവ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ പരിശുദ്ധമായി കണക്കാക്കപ്പെടുന്ന ഒരു മൃഗത്തെ കൊന്ന് അതിന്റെ മാംസം കയ്യിൽ സൂക്ഷിക്കാന്ന് പറഞ്ഞാൽ ആർക്കാണെങ്കിലും ഒന്ന് പൊള്ളാതിരിക്കില്ലല്ലോ. ഈ പശു എങ്ങനെയാണ് ഉണ്ടാവുന്നൊരു ചോദ്യമുണ്ട് അവിടെ.
പശു ഉണ്ടാകുന്നത് എങ്ങനെ? കാളയും പശു ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പശു ജനിക്കുകയുള്ളൂ. അതെ. അപ്പം കാളയെ കയറ്റുമതി ചെയ്യുന്നതിനും കാളയെ വെട്ടി തിന്നുന്നതിനും കുഴപ്പമില്ലാത്ത ഒരു രാജ്യത്ത് പശുവിനെ മാത്രം വെട്ടി തിന്നു കഴിഞ്ഞാൽ ജീവപര്യന്തം തടവിലേക്ക്. ഇനി തൂക്കുകയറും കൂടെ വിധിക്കാൻ എന്താണെന്നാണ് എനിക്ക് ചോദിക്കാം. കാരണം പശുവിനെ വെട്ടി കഴിക്കുന്നത് അത്രയും വലിയ കുറ്റകരമാണെങ്കിൽ അത് തൂക്കിക്കൊല്ലണം. പശുവിനെ വെട്ടിയോ തൂക്കിക്കൊല്ലണം. അല്ലെങ്കിൽ സാധാരണ നമ്മൾ കാണുന്നത് തൂക്കുകയറോ അല്ലെങ്കിൽ ജീവപര്യന്തം ഒന്നും അല്ല. ഇപ്പൊ ഗുജറാത്തിലെ പല വാർത്തകളും നമ്മൾ കേട്ട് കഴിഞ്ഞാൽ തല്ലിക്കൊല്ലുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പൊ തല്ലിക്കൊല്ലാതെ എന്തിനാണ് ഇവര് അല്ല കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കി ജീവപര്യന്തം വാങ്ങിച്ചു കൊടുത്തതെന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ്. പിന്നെ ഈ കാളയെ കൊല്ലുന്നവരെ അതിനും കൂടെ എന്തെങ്കിലും ഒരു ശിക്ഷാവിധി നമുക്ക് ഉടനെ ഉണ്ടാക്കണം. കാരണം കാള, ചിക്കൻ, ബീഫ്, ചിക്കന് അത് കോഴിയാണെങ്കിലും കോഴിയെ ആരാധിക്കുന്ന എത്രയോ ക്ഷേത്രങ്ങളുണ്ട്, ചിലന്തി ആരാധിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ ഉപദ്രവിക്കുന്നവരെ കൊല്ലാനും തൂക്കിക്കൊല്ലാനും ഉള്ള എന്തെങ്കിലും ശിക്ഷാവിധികൾ ഇന്ത്യയിൽ ഉടനെ തന്നെ കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.